പറയുന്നത് ജെഫി ബ്രോ ആണ് എൻ്റെ ഹീറോ. കംപ്ലീറ്റ് നെഗറ്റീവ് ആണെങ്കിലും സത്യമാണ്. പക്ക ഫ്രോഡുകളാണ് നിങ്ങൾ. ഏജാതി നെഗറ്റീവ് ഓളീസ്. ഞങ്ങൾ അങ്ങനെയാണ്. ഇതൊക്കെ ആകെ കരിഞ്ഞു പോയല്ലോ. ഇതാണ് അവൻ ഈ ചെടി നോക്കണ അംഗം. ഇതെന്ത് സംഭവം? തക്കാളിയാ? തക്കാളിയല്ല, അത് വെള്ളരിക്ക. അപ്പോൾ അത് തക്കാളിയാ? തക്കാളി. ഇതെന്താ ഈ വെള്ളപ്പാണ്ടൊക്കെ തന്നെ? ഇങ്ങനെ ചെടി നോക്കി നിന്നാ മതിയാ? വെറുതെ പൈസ കൊണ്ട് കളയാ ഇങ്ങനെ ഓരോ ചെടിയൊക്കെ വാങ്ങിച്ചിട്ട്? ചെടി നോക്കി നിന്നാ മതിയാ? എന്താ പിന്നെ വേണ്ടേ? നമ്മുടെ പുതിയ വീഡിയോ ഒക്കെ കുറെ കമന്റ് ഒന്നുണ്ട്, അതിനൊന്ന് റെസ്പോൺസ് വീഡിയോ കൊടുക്കണ്ടേ? യു മീൻ റിയാക്ഷൻ വീഡിയോ? കമാൺ. അപ്പോൾ നമ്മൾ റിയാക്ഷൻ വീഡിയോയിലേക്ക് കിടക്കണം അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യണേ. കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഏകദേശത്തിൽ 200 കമൻറ്റാണ്. അതൊക്കെ മേലെ. ഓക്കെ, 200 കമൻ്റ് ഉള്ളൂ. വിച്ച് ഈസ് നോട്ട് സോ അത്ര. നമുക്ക് വേറെ വീഡിയോകൾ അതിനെക്കാളും കൂടുതൽ 1000-ന് മേലെ കമൻറ്റ് വന്ന വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല വീഡിയോസിൻ്റെ ഇത് പറയാനല്ല. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക്, അതായത് യൂട്യൂബിൽ ഏകദേശം ഒരു 57,000 വീഡിയോ ഒക്കെ ആയിട്ടുള്ളൂ. നമ്മുടെ ഫേസ്ബുക്കിൽ ഏകദേശം ഒരു 150K അത്രയൊക്കെ ആയിട്ടുള്ളൂ. 1 ലക്ഷം ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ളൂ. എന്നാലും അതിൽ നിന്ന് വന്ന കമൻറ്റ്, അതിൻ്റെ റിയാക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്, എനിക്കിതൊക്കെ ഒറ്റയ്ക്ക് പറയാൻ പറ്റുമോ? എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. അതല്ല, ഇപ്പോൾ ഈ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കൊരു കോണ്ടെക്സ്റ്റ് തരാം. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ജെഫിൻ കാക്കശ്ശേരിയായ എൻ്റെ ഭർത്താവ് കാനഡയെക്കുറിച്ചുള്ള ജെഫിൻ്റെ ഫീഡ്ബാക്ക് തന്നിരുന്നു. ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള, എന്താ പറയുക, മനസ്സ് തട്ടിയിട്ട് ഒട്ടും എന്താ പറയുക, ജെന്യുവൻ ആയിട്ടുള്ള അല്ല ജെന്യുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് തന്നിരുന്നു. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്തിട്ട വീഡിയോ ആണ്. വീഡിയോ ഇട്ടതിന് ശേഷം ഭയങ്കര ബഹളമായിരുന്നു ചാനലിൽ. അപ്പോൾ കൂടുതലും ഒരു ഇൻട്രോ തരാണെങ്കിൽ, കൂടുതലും ഞങ്ങൾ ജെഫിൻ്റെ ഒപ്പീനിയൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും, പിന്നെ കുറച്ച് പേര് ചീത്ത വിളിച്ചിട്ടും. പിന്നെ ചീത്തവിളിയുള്ളൂ, തെറിവിളില്ലേ പ്രാവശ്യം? തെറിവിളി ഉപയോഗിച്ചിട്ടില്ല. അത് വലിയൊരു കാര്യമാണ്. ഓൺലി ചീത്തവിളി എന്നും പറയാൻ പറ്റില്ല. അതായത് പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോക്കോട്ടെ, നീ തീർന്നു. പിന്നെ ഒരു രണ്ട് പോസിറ്റീവായിട്ട് കാനഡയെ കുറിച്ച്, കുറച്ച് 2-3 പേര് കാനഡയെ കുറിച്ച് പോസിറ്റീവായിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. ആൻഡ് അതിൻ്റെ എല്ലാം കൂടെ നമ്മുടെ ജെഫിൻ സാറിന് ഷെയർ ചെയ്തായിരിക്കും. ഞാൻ വെറും ഒരു കാഴ്ചക്കാരിയാണ് ഇവിടെ. അപ്പോൾ നീ മറ്റേ ഓർമ്മയില്ല, നമ്മുടെ ദൂരദർശനിൽ 10-25 കൊല്ലം മുന്നേ തിരനോട്ടം പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നീ ലെറ്റർ വായിക്കും. ഓക്കെ, അപ്പോൾ ഇതിലൊരാൾ പറഞ്ഞിരിക്കുന്നത്, can you continue the video by posting reasons for what's stopping you from going back? മനസ്സില്ല. If you are not interested, please go back. There are 1,000 people willing to take that place. We moved to Canada in 2016 from Muscat. We initially got a PR in 2013 but was reluctant to move to Canada seeing blogs like this online. At that time blogs were less, it was only blogs. So we made the move in 2016 with heavy heart, but now I really regret coming late. Moving to Canada was the best decision we made. ഓക്കെ, നല്ല കാര്യം. ഇതാണ് ഒരു പോസിറ്റീവ് കമൻറ്റ് ആ ഒരു വീഡിയോയിൽ. പോസിറ്റീവ് കമൻറ്റ് എന്ന് പറഞ്ഞാൽ, പക്ഷേ ഈ പുള്ളി അതിനുശേഷം ബാക്കി കമൻറ്റിലൊക്കെ കയറി ചൊറിച്ചിലായിരുന്നു. എന്നിട്ട് ഫുള്ളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പോയി. അതായത് പുള്ളിയുടെ ഇഷ്ടം. നമ്മൾ ഇത്രേ പറയാമെന്നുള്ളൂ. 2012 വരെ ഇത്തിരി ടഫൊക്കെ ആയിരുന്നു. 2012 കുറേ ഇമിഗ്രേഷൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ട് കുറച്ച് ഡിലേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും 2012 സമയത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയത്. ഇവിടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ആൾക്കാരും. പക്ഷേ എൻ്റെ റിലേറ്റീവ്സ് കുറച്ച് പേര് പറഞ്ഞു ഇവിടെ പോയോ, ഇവിടെ നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു, ഓസ്ട്രേലിയയാണ് പിടിച്ചത്. പക്ഷേ ഓസ്ട്രേലിയ എന്താ പറയുക, പാവി ചെന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ, ഞാനവിടെ ചെന്ന സമയത്തായിരുന്നു അവിടെ ഭയങ്കര ഓയിൽ ക്രൈസിസും. അങ്ങനെ അവിടെ അധികം നാൾ നിന്നില്ല. ഒരു 8 മാസം നിന്ന് ജോലി നിന്ന് സെറ്റ് ആവാതുകൊണ്ട് തിരിച്ച് ഖത്തറിലേക്ക് തന്നെ പോകുന്നു. ഇതാണ് എൻ്റെ സ്റ്റോറി കേട്ടോ. പലരും ഞങ്ങളുടെ റെഡിറ്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അത് പറഞ്ഞിട്ട് അതിൽ പോയിട്ട് ആൾക്കാർ കമന്റ് അതിനെ പറ്റി പറയാം. പോട്ടെ, വേണം കണ്ടുപിടിച്ചോട്ടെ. നമ്മൾ ചെറിയ ആൾക്കാർ ഇറങ്ങോട്ടെ. അപ്പോൾ പറയാവുന്നത്, അതിലൊക്കെ ഒരു ഫോറം തന്നെ തുടങ്ങിയിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ആരാണ് ഈ കാക്കശ്ശേരിസ്, എന്താണ് അവർക്ക് ഇത്ര ജാട, അവരെന്താണ് ഓസ്ട്രേലിയ വിട്ടേ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും കുറേ ചോദ്യങ്ങളും ഞങ്ങളറിയാത്ത കുറേ
കഥകൾ അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. കൂടുതൽ എന്നെ ചീത്ത വിളിക്കുന്നത്. അതെ, അതെ, ചേച്ചിക്ക് ഭയങ്കര ജാടയാണ്, ചേട്ടൻ ഭയങ്കര പാവാണെന്നാണ്. സത്യം അതാണ്. എന്നാലും നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്കി. എന്നാലും എനിക്ക് ജാടയാണ് സമ്മതിച്ചു. ഓക്കെ. അപ്പോൾ എന്നാലും എന്താ പറയുക, ഞാൻ ഉള്ള കാര്യം പറയും. എനിക്ക് ഫീൽ ആയിട്ടുള്ള കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. അതാണ് ആയിരിക്കണം ഒരു മനുഷ്യൻ. അല്ലാണ്ട് വെറുതെ ഇല്ലാത്ത കാര്യം പൊക്കി പിടിച്ചിട്ട് അതിനെ വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ ആ കമൻറ്റിൽ പറഞ്ഞത് പുള്ളി പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തിരിച്ചു വെക്കോ. പക്ഷേ പുള്ളിക്ക് കാനഡ ഇഷ്ടപ്പെട്ടു, കാനഡ ഇസ് ഗുഡ്. അങ്ങനെ ഉള്ള ഒരു 80% ആൾക്കാരിവിടെ ഉണ്ട്, അവർ ജീവിച്ചോട്ടെ. നെക്സ്റ്റ് അടുത്ത കമൻറ്റിലേക്ക് പോകുന്നു. അടുത്ത ലെറ്റർ തുറന്നു വായിക്കൂ. ഇൻലൻഡ് തുറക്കൂ. ഇവർ പറഞ്ഞേക്കുന്നത് ഒരു അവസ്ഥയുമില്ല. ഐ ഹാവ് ടോക്ക് ടു മൈ റിലേറ്റീവ്സ്. ദിസ് ഇസ് ഡ്യൂ ടു കോമ്പറ്റീഷൻ ഫ്രം ഏജൻസീസ്. മുരളീധരൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ടുള്ളതാണ്. അവസ്ഥയൊന്നുമില്ല പുള്ളി റിലേറ്റീവ്സായിട്ട് ചെക്ക്. ഇതാണ് ഇവിടെ വന്ന് 10ഉം 12ഉം അല്ലെങ്കിൽ പോട്ടെ ഒരു 40-50 വർഷം ആയിട്ടുള്ള ആൾക്കാർക്ക് അവരൊക്കെ ഓൾറെഡി സെറ്റിലായി. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള സിറ്റുവേഷനും ഇപ്പോൾ ഇവിടെ കാനഡയിൽ നടക്കുന്ന ജോബ് മാർക്കറ്റ് സിറ്റുവേഷനും എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏജൻസികളുടെ ഒരു തലൂട്ടാന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏജൻസികൾ ഒരു കാരണമുണ്ട്. നാട്ടിലെ ഏജൻസികൾ ചില ഏജൻസികൾ, ഞാൻ എല്ലാ ഏജൻസികളും, ചില ഏജൻസികൾ റോങ് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് കാനഡയിൽ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് കിട്ടും, പിന്നെ പഠിത്തം സൂപ്പർ ആയിരിക്കും. പാർട്ട് ടൈം ജോബ് കൊണ്ട് ഫീസ് അടയ്ക്കാം. ഫസ്റ്റ് ക്യാച്ച് ലൈൻ, ടാഗ് ലൈൻ തന്നെ. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് ലോൺ എടുത്ത് വരുന്ന പിള്ളേർക്ക് ഇവിടുത്തെ പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പറ്റുമായിരിക്കും. ഞങ്ങൾ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തു. അതിൽ ഒരു 50% ആൾക്കാർ പറഞ്ഞ് പറ്റുമെന്ന്, 50% ആൾക്കാർ പറഞ്ഞ് പറ്റില്ല എന്ന്. അപ്പോൾ നമുക്കതിൽ ഒന്നിനും ഉത്തരം പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും. കാരണം ചില ആൾക്കാർ, ചില പിള്ളേരുടെ കഥകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ദിവസം $1 അവർ എക്സ്പെൻസ്. കാരണം അവർ ഒരു ബ്രിട്ടാനിയ അതായത് പാർലിയുടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ കഴിക്കണേ. അപ്പോൾ അങ്ങനത്തെ പിള്ളേരും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഏജൻസികൾ കുറച്ച് നോക്കി കണ്ട് ചെയ്തില്ലെങ്കിൽ പണി നിങ്ങൾക്കും കിട്ടും. അടുത്ത ഇൻലൻഡ് തുറക്കും. ഇൻലൻഡിലല്ലോ പോസ്റ്റ് കാർഡ്. ദിസ് ഇസ് ഡാനിയൽ. ഓക്കെ, ഡാനിയൽ സേ ഹായ്. ഹായ് പറ. ഹായ്. അപ്പോൾ ഡാനിയൽ ഓട്ടിസ്റ്റിക് ആണ്. ഓക്കെ. അപ്പോൾ ഡാനിയൽ ഓട്ടിസ്റ്റിക് ആയിട്ട് ഞാനൊക്കെ ഇവിടെ കാനഡയെ ചൂസ് ചെയ്യാൻ കാരണം, ഈവൻ ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും നോർമൽ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന് ഇൻഡിവിജ്വൽ കെയർ കിട്ടും. പോക്കോ നിൻ്റെ കാണിച്ചു കഴിഞ്ഞു. പോക്കോ ഇൻഡിവിജ്വൽ കെയർ കിട്ടും എന്നൊക്കെയുള്ള സ്കൂൾ സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെയുള്ള ഉള്ളതുകൊണ്ടാണ്, അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എൻ്റെ ഒരു മെയിൻ റീസൺ. അല്ലെങ്കിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്ന ആൾ ഇവിടെ ഖത്തറോ അല്ലെങ്കിൽ ഗൾഫിലോ വിട്ട് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വിട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ പറയുന്നത് ഇവിടെ ഈ ഓട്ടിസം വന്നിട്ട് ഉള്ള വെയിറ്റ് പീരീഡ് എന്ന് പറയുന്നത് 2 to 4 years ആണ് മിനിമം. അത് ഈ വെയിറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഓട്ടിസം ഫണ്ടിങ്ങിന്റെ വെയിറ്റ് പീരീഡ് ആണ്. അത് ഫണ്ടിങ് മാത്രമല്ലല്ലോ, ഡോക്ടറെ കാണാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഡോക്ടറെ കാണാനല്ല, അതായത് ഇവൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇവന് ഈ ഓട്ടിസത്തിനുള്ള ഓക്യുപ്പേഷൻ തെറാപ്പിയോ അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിയോ അത് ഗവൺമെൻറ് കൊടുക്കുന്നതല്ലേ. അത് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണ്ടാണോ? നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം. പിന്നെ ഫണ്ടിങ് വരുമ്പോൾ ആ ഫണ്ട് യൂസ് ചെയ്തിട്ട്. അതെ. അപ്പോൾ ആ ഫണ്ടിങ് കിട്ടാൻ തന്നെ 4 വർഷം എടുക്കും. ചിലവർക്ക് 10 വർഷം ആവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 10 വർഷം പിള്ളേരെ നമ്മുടെ സ്വന്തം പൈസ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഇവൻ്റെ ഒരു കേസിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എൻ്റെ പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം മാസം $1,400 അല്ലേ വന്നിരുന്ന $1,400 ഇവൻ്റെ സ്പീച്ച് തെറാപ്പിക്കോ അല്ലെങ്കിൽ ആ കമ്പൈൻഡ് ആയിട്ടുള്ള തെറാപ്പിക്ക് ഞങ്ങൾ കൊടുത്തിരുന്നത്. അത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറയുക, ചൈൽഡ് കെയർ ബെനിഫിറ്റ് കിട്ടില്ലേ അല്ലെങ്കിൽ ചൈൽഡ് ബെനിഫിറ്റ് കിട്ടില്ല എന്നാണ്. ചൈൽഡ് ബെനിഫിറ്റ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു തേങ്ങയാണ്. ആ തേങ്ങ തുറന്നാലേ അറിയുള്ളൂ അതിൽ വെള്ളം ഉണ്ടാവുന്നു. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ $55,000 ഇയർലി ആനുവൽ സാലറി, അതായത് ഞങ്ങളുടെ കമ്പൈൻഡ് സാലറി 55,000 താഴെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചൈൽഡ് കെയർ ബെനിഫിറ്റിന്റെ എന്തെങ്കിലും ഒരു പോർഷൻ അതിന് താഴെയാണെങ്കിൽ ഒരു 400 പെർ കുട്ടിക്ക് കിട്ടും. അതിന് താഴെയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഞങ്ങളുടെ കമ്പൈൻഡ് സാലറി $55,000 കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളത്. ഈ ആഡംബരമായിട്ടുള്ള ജീവിതമൊന്നുമല്ല ഞങ്ങൾ ജീവിക്കുന്നത്, എന്നാൽ പോലും അങ്ങനെ ഒരു $50,000 മാത്രം കിട്ടിക്കഴിഞ്ഞാൽ, കമ്പൈൻഡ് സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഈ ചൈൽഡ് കെയർ ബെനിഫിറ്റ് അല്ലെങ്കിൽ ചൈൽഡ് ബെനിഫിറ്റോ കിട്ടുമെന്നുള്ളത്. അപ്പോൾ അത്
പൂർണ്ണമായിട്ട് പോവില്ല, പക്ഷേ സാമിൻ്റെ മൊത്തമായിട്ട് കട്ടായി അല്ലേ, ഓൾമോസ്റ്റ് ഒരു $100 സംതിങ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇവൻ്റെ ഈ സ്പെഷ്യൽ കെയർ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, $25 എക്സ്ട്രാ ഉണ്ട്. അതെ, സ്പെഷ്യൽ എന്താ പറയുക, ഡിസബിലിറ്റി ബെനിഫിറ്റോ അങ്ങനെ, ഡിസബിലിറ്റി ടാക്സ് ക്രെഡിറ്റ് DTC എന്നാണ് പറയുക. അതിന് വേറൊരു സെപ്പറേറ്റ് പ്രോസസ്സാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്ന പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഇൻകം ലെവൽ കൂടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയതായിട്ടൊന്ന് മാറിയപ്പോൾ അതെല്ലാം കട്ടായി. ഞങ്ങൾക്ക് വളരെ ഒരു 300 താഴെയാണ് ഇപ്പോൾ 2 പേർക്കും വരുന്നത്. ഇൻ കേസ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന സാലറി ഒരാളുടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എത്ര മാസം വെയിറ്റ് ചെയ്യണം അടുത്ത ഈ പറഞ്ഞ ഈ ചൈൽഡ് കെയർ ബെനിഫിറ്റ് കിട്ടാൻ? അടുത്ത ടാക്സേഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കിട്ടാൻ അല്ലേ? ഓക്കെ. അപ്പോൾ ജെഫ് പറഞ്ഞു വരുന്നത് എന്താണ്, കാനഡയിൽ വരാൻ കാരണം അവൻ്റെ സ്പെഷ്യൽ കെയറിന്റെ സപ്പോർട്ട് കിട്ടുന്നുള്ളതുകൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലും ഡിലേ ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ വലുതാകുമ്പോൾ സപ്പോർട്ട് ഉണ്ടാകും എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഉണ്ടാവട്ടെ. ഞാൻ പറയുന്നത് വലുതാകുമ്പോൾ കിട്ടേണ്ടത് ഇപ്പോൾ ഇത്രയും നാൾ അവൻ്റെ ഈ 5-6 വർഷം അവൻ്റെ നഷ്ടപ്പെടല്ലേ. അവന് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവന് കൊടുക്കേണ്ട ആ ഒരു കെയർ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ എന്താ പറയുക, അവൻ്റെതായ രീതിയിലുള്ള ടെമ്പററി റെസിഡന്റ്, PR, സിറ്റിസൺ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല. കാരണം എല്ലാവർക്കും ഇതേപോലെ തന്നെയാണ് വെയിറ്റ് ടൈം എല്ലാം. അപ്പം നമ്മൾ ടെമ്പററി റെസിഡന്റ് ആയത് കാരണം നമുക്ക് കിട്ടാമെന്നല്ല, എല്ലാവർക്കും ഇതേപോലത്തെ വെയിറ്റ് ടൈം തന്നെയാണ്. ഞാൻ കുറേ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, ഓരോ പേരൻസ് ഷെയർ ചെയ്യുന്ന അനുഭവത്തിൽ പറയുന്നതാണ്. ഓക്കെ, കം ടു ദ പോയിന്റ്. അപ്പോൾ ഇനി കുറച്ച് പേര് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു. ഓക്കെ. എൻ്റെ മകൻ 1.5 വർഷമായി കാനഡയിലാണ്. 18 ലാക്കായി. ഇപ്പോൾ ഇരട്ടിയാണ്. അതിനുള്ള മെച്ചമില്ല, ഗൾഫിൽ വിട്ടാൽ മതിയായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന രീതിയിലുള്ള ഒരു കമൻറ്റ്, അത് പോട്ടെ. ഫ്രണ്ട്സിനെ കിട്ടാനിട്ടല്ല ചേട്ടായി, ഒന്നിനും ടൈമില്ല. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി കിടന്ന് ഉറങ്ങി ഉണരുമ്പോൾ അടുത്ത ഷിഫ്റ്റിന് ടൈമാകും. മോൻ്റെ കൂടെ ഇരിക്കാൻ പോലും പറ്റണില്ല. PR കിട്ടുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. അതിൻ്റെ സ്ട്രെസ്സ് വേറെ, എന്താകുമോ ആവോ. ഓക്കെ, ഇതൊക്കെ അവരുടെ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. കാരണം ഇതൊക്കെ ഈ വായിക്കുന്നതൊക്കെ ഞങ്ങളായിട്ട് ടൈപ്പ് ചെയ്തുണ്ടാക്കിയ കമൻറ്റുകളല്ല കേട്ടോ, ഇതൊക്കെ ഞങ്ങൾക്ക് വന്ന കമൻറ്റുകളാണ്. ഓക്കെ. പിന്നെ ഓൾമോസ്റ്റ് ഇത് പബ്ലിക് ഫോറത്തിൽ വന്ന കമൻ്റ് ആയത് കാരണം പേരും കൂടി ചേർത്തിട്ടാണ് ഇടുന്നത്. DM ആയിട്ട് വന്നതല്ല, എൻ്റെ പേരും കൂടി ചേർത്തി ഇടുന്നത്. ജെഫിൻ ബ്രോ, വെരി ട്രൂ. ഇവിടെ ടാക്സ് ഇല്ലാണ്ട് വല്ല പണിയെടുത്താൽ 10 പൈസ കയ്യിൽ നിൽക്കും. വെൻ യു ആർ സിംഗിൾ യു മൈറ്റ് ബി ഏബിൾ ടു സേവ് സംതിങ്. അല്ലാണ്ട് ഒരു വീടും മേടിച്ച് അതിൻ്റെ മോർഗേജ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. വെറും ഒരു പൊട്ട വീടിന് 1 million in GT. എന്താലേ? അതെ, ഞങ്ങൾ മോർഗേജുകാരെ എന്താ പറയുക, മോർഗേജോ അല്ലെങ്കിൽ റിലേറ്റേഴ്സിനോ ഒരു രീതിയിലും ഞങ്ങൾ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതോ അങ്ങനത്തെ ഒന്നുമില്ല. നിങ്ങൾക്ക് വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കണം, അത് നിങ്ങളുടെ തീരുമാനമാണ്. അതിനിഷ്ടംപോലെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. എന്താ പറയുക, അപ്പോൾ ഞങ്ങൾ തന്നെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് മിസ്റ്റർ മനോജ് കറാത്ത, ഞാൻ പേരുകൾ തന്നെ പറയാം, അത് കനേഡിയൻ ഹോംസ് എന്ന് പറയും, നല്ലൊരു ഫേമാണ്. പിന്നെ ഞങ്ങളുടെ സ്വന്തം രഞ്ജുകോശി, പക്ഷെ മോർഗേജാണ്. മീൻസ് അവർ ഹെൽപ്പ് ചെയ്യുന്നു, മീൻസ് അതൊക്കെ ഒരു പാർട്ടാണ്. പിന്നെ ഞങ്ങളുടെ ട്രക്കേഴ്സിൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ള സാംസൺ ആൻ്റണി, പറയാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ അത് നോക്കണം. പ്രൊമോഷൻ കിട്ടിയപ്പോഴാണ്. ഹലോ ഗൈസ്, ലെഫ്റ്റ് കാനഡ 2 days ബാക്ക്, കെയിം ആസ് എ PR, ഹോപ്പ് തിങ്സ് വുഡ് ബി ബെറ്റർ ഇൻ കേരള. പുള്ളിക്കാരൻ വിട്ടു സ്ഥലം. ഓക്കെ, സ്ഥലം വിട്ടു. ഞങ്ങൾക്കൊരു പ്രചോദനം തന്നെയാണ് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നുഭായി, ഞാൻ വർക്ക് പെർമിറ്റിൽ വന്നതാണ്. എന്നോട് വളരെ മോശമായിട്ടാണ് എയർപോർട്ടിൽ പെരുമാറിയത്. 2 മണിക്കൂർ എന്നെയും 6 വയസ്സുള്ള മോനെയും തടഞ്ഞു വെച്ചു. പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കളിയാക്കി. അവസാനം വർക്ക് പെർമിറ്റ് പേപ്പർ തരാതെ കടത്തിവിട്ടു. ഇപ്പോൾ 3 മാസം കഷ്ടപ്പെട്ട് ഫ്ലാഗ് പോൾ ചെയ്ത് പേപ്പർ അടിച്ച് കിട്ടി. ഇനി കാനഡയിൽ നിൽക്കാൻ കുറച്ച് പാടാണ്. അങ്ങനെ 3 മാസം വർക്ക് പെർമിറ്റിലാണ്ട് എങ്ങനെയാണ് ജീവിക്കുക? ഫാമിലി ആയിട്ട് വന്നേക്കണേ. ഇവിടെ ജോബ് കിട്ടാനില്ലെന്ന് അറിയണമെങ്കിൽ ഇന്ന് നടന്ന യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടർലൂ ഫുഡ് സർവീസ് അസോസിയേറ്റ് ഇൻ്റർവ്യൂ ക്യൂ മാത്രം നോക്കിയാൽ മതി. 400 above ആളുകളാണ് ഉണ്ടായിരുന്നത്. ഒരു പൊസിഷന് 400 പേര് ഇൻ വാട്ടർലൂ കിച്ചണർ. അതിപ്പോൾ പെട്ടെന്ന് ആൾക്കാരെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതാണ് എനിക്ക് മനസ്സിലായത്. ഇത് പെട്ടെന്ന് ഒരു കേരളത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്തിട്ട് കണ്ടില്ല, അന്ന് ലുലുവിൻ്റെ ഇതിന് അന്നേരം 100 പൊസിഷന് 22 ലക്ഷം പേര് വന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇന്ത്യ ആണോ കാനഡയാണോ ഇന്ത്യയോ അതൊന്നും ഞങ്ങൾ കമ്പയർ ചെയ്യണില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഇന്ത്യയോ കേരളമോ അല്ലെങ്കിൽ മറ്റുള്ള ഇന്ത്യയുടെ സ്റ്റേറ്റുകളായിട്ട് ഞങ്ങൾ കമ്പയർ ചെയ്യുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ വീട്ടിൽ കമ്പയർ ചെയ്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് താമസിച്ച ഗൾഫ് രാജ്യങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു കമൻറ്റ്, എന്നാ നീ എന്തിനാണ് ഗൾഫിൽ തിരിച്ചു പോയി? ഞാൻ പോവും. 2 ആഴ്ച കിട്ടിയ അടുത്ത ആഴ്ച പോവും. അല്ല, I came back in 2023. I couldn't save anything with the low pay despite education from Canadian institution. I stayed for 3 years and came back.
മൈ കരിയർ ഗോട്ട് റൂയിൻഡ് വിത്ത് കരിയർ ഗ്യാപ്പ് ഓഫ് മോർ ദാൻ 3 years. അപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നതാണ്, പഠിച്ചു തിരിച്ചു പോയി. മീൻസ് അതും ഒരിക്കലും മോശമായിട്ട് പറയരുത്. കാരണം നിങ്ങളൊരു വിദ്യ കൈവരിച്ചു, നിങ്ങൾക്ക് ഗൾഫിലാണെങ്കിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റൊക്കെ നിങ്ങൾക്കൊരു വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ഒരു പേപ്പർ ഉണ്ടെങ്കിൽ നല്ല ശമ്പളം കിട്ടേണ്ടതാണ്. Left Canada in 1993 after getting PR, happy in India with a good job, no regret, all children well settled, highly qualified and street smart with Indian culture. ഇത് 1993 വിട്ടുപോയ കാര്യം. ജെഫിന് എത്ര പേര് അതിനുശേഷം ഫോൺ ചെയ്ത് ചീത്ത വിളിച്ചു? എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ആരെങ്കിലും പറഞ്ഞോ? എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത് ഉറ്റ സുഹൃത്തുക്കളും റിലേറ്റീവ്സും ഇതേപോലെ ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ നെഗറ്റീവ് പറയണേ? പിന്നെ ചിലർ പറഞ്ഞു, എന്തിനാ നീ പറയണേ, വന്നവർ വന്ന് അനുഭവിക്കട്ടെ. അതെൻ്റെ അമ്മ എൻ്റെ അമ്മ പറഞ്ഞ ഡയലോഗാ. അവർ വന്ന് അനുഭവിച്ചിട്ട് കൊട്രാ, അവർക്ക് അതിപ്പോൾ അങ്ങനത്തെ കമൻറ്റുകൾ ഉണ്ടായിരുന്നില്ലേ? അത് നിങ്ങൾ വന്നു, നിങ്ങൾ സുഖിച്ചു നടന്നു, ഇനി നിങ്ങൾക്ക് കിട്ടിയ സുഖം മറ്റുള്ളവർക്ക് കിട്ടണ്ട എന്നുള്ള അസൂയാണെന്നാണ് ഒരു കമൻറ്റ് വന്നത്. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞത് അവർ വന്ന് കഷ്ടപ്പെട്ട് അനുഭവിച്ച് പൊക്കോട്ടിയത്. എന്തിനാ നീ ഇതൊക്കെ പറയാൻ നിൽക്കണേന്ന്? അതെ. True facts. When we stay in Middle East, we think we get better life here. Even we don't have good South Indian food. എന്നല്ലാട്ടുള്ളത് എവിടെയാണെന്ന് അറിയില്ല. ന്യൂഫൗണ്ട്ലാൻഡ് ആണോ? ന്യൂഫൗണ്ട്ലാൻഡ്. Even I don't get a good friendship. All are selfish in these days. Loneliness too much. അടുത്ത പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്കൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടിയല്ലോ ബ്രോ. ചത്തുകൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് നാട്ടിലുണ്ടായിരുന്ന അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാനും കൂടെ നിൽക്കാനും രണ്ടുപേർക്ക് കൂടെ നടിക്കാനും ഒന്നും ആലോചിക്കാതെ കൂടെ യാത്ര കട ചോദിക്കുമ്പോൾ എന്തിനാന്ന് ചോദിക്കാതെ തരാനും എല്ലാത്തിനും ഫ്രണ്ട്ഷിപ്പ് കിട്ടും. ഗുഡ് ജോബ്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ചിലവർക്ക് കിട്ടും ചിലവർക്ക് കിട്ടില്ല. ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണേ 2 ദിവസം വെയിറ്റ് ചെയ്യണം. കാനഡ വെറും കാലിനട ആണ് ഇപ്പോൾ. ഇതുപോലെ ഒരു ഉണക്ക രാജ്യം. ഞാൻ അടുത്ത മാസം നിർത്തിപ്പോവാ. ദുബായ് ഒരു അടിപൊളി ജോലി സെറ്റായി. ഓക്കെ, ബാബു മോൻ അല്ലേ? ബാബു മോൻ പോട്ടെ. ൽ വന്ന എൻ്റെ പേരൻസിന് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ദേ കെയിം 3 weeks ago and left few days ago. Everything was smooth. I came around 2 years ago. അതായത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് വിസിറ്റ് വിസയിൽ വന്നവരെ തിരിച്ചയക്കണു അല്ലെങ്കിൽ റെഫ്യൂജി സ്റ്റാറ്റസ് എടുക്കണം എന്നൊരു സിറ്റുവേഷൻ. അത് എക്സ്പീരിയൻസ് ചെയ്തവരുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, സേഫ് ആയിരുന്നു എന്ന് പറഞ്ഞു. നല്ല കാര്യം. പണ്ടൊക്കെ എന്തൊരു പൊങ്ങച്ചമായിരുന്നു. അവർ കാനഡയിലാണ്, അവർ അമേരിക്കയിലാണ്, അവർ ബ്രിട്ടനിലാണ്, അവർ ജർമ്മനിയിലാണ്, അവർ യൂറോപ്പിലാണ്, അവർ ഓസ്ട്രേലിയയിലാണ്. എന്തൊക്കെ വലിയ വീമ്പിളക്കലായിരുന്നു. അവരവിടെ വലിയ വലിയ നിലയിൽ ഊഹിക്കുന്നതിലും അപ്പുറത്താണ്. നന്നായിരിക്കുന്നു. എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമേൻ. ഇവിടെ 10 20 അല്ലെങ്കിൽ ഒരു 15 വർഷം മുന്നൊക്കെ വന്ന ആൾക്കാർ ദേ ആർ മില്യനേഴ്സ് തന്നെയാണ്. കാരണം അതിലൊരു 95% ആൾക്കാർക്കും നല്ല വീടായി. അവർ ഒരു $300,000 $3 ലക്ഷം വാങ്ങിച്ച വീടൊക്കെ ഇപ്പോൾ ഒരു 8 ലക്ഷം 9 ലക്ഷം 1 മില്യൺ വരെ എത്തിയിട്ടുള്ള വീടുകളുണ്ട്. അത് മാത്രം വിറ്റാൽ മതി. അവർ നാട്ടിലത്തെ 6 കോടി രൂപയുടെ ഉടമകളാണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദേ ആർ ലക്കി. അവർ നേരത്തെ എത്തിയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് മോർഗേജ് റേറ്റും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റും കൂടുതലാണ്. അപ്പോൾ അടുത്തത്, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കാനഡ മൊത്തം അങ്ങനെയാണെന്ന് ഞാൻ എങ്ങനെ കരുതും ബ്രോ. എല്ലായിടത്തും തൊട്ടികളുണ്ട്. പിന്നെ വംശീയ അധിക്ഷേപം വന്നാൽ തിരിച്ച് അങ്ങോട്ടും പറയണം. ഇവിടെ ഉള്ളവന്മാരും കുടിയേറിയവന്മാരല്ലേ, പോകാൻ പറയണം. അതെ, ടെമ്പററി റെസിഡൻ്റ് ആയിരുന്നിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ. അപ്പോൾ പറയാനുള്ളത് നമുക്ക് ആ ഒരു ഇതില്ല. ടെമ്പററി റെസിഡൻറ്റ് ഈവൻ പെർമനൻറ്റ് റെസിഡൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. സിറ്റിസൺ ആവട്ടെ, അപ്പം എന്തെങ്കിലും പറഞ്ഞു നോക്കാം. ഇനി പാരീസിൽ പോയാലും സ്വിറ്റ്സർലൻഡ് പോയാലും ലണ്ടനിൽ പോയാലും ദുബായിൽ ജീവിച്ചവർക്ക് അവരുടെ അനുഭവത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും വ്യാഴാഴ്ചയിലെ കൂട്ടുകൂടലിൻ്റെയും ഓണാഘോഷങ്ങളുടെയും ഹിറ്റ് FM റേഡിയോ ഏഷ്യ കൂട്ടായ്മ ഒത്തുചേരൽ ഷവർമ ഫലാഫിൽ ഇവിടെ മുന്നിൽ US പോയാലും ഈ ഒരു സുഖം കിട്ടില്ല. ദുബായ് ലൈഫ് നമ്പർ 1. വാസ് ഇൻ ദുബായ് ഫോർ 30 years. നൗ ഐ ലിവ് ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ, അയാൾ നല്ലൊരു പോൾസണോ? പോൾസൺ വിധേയത്തിൽ. ഓക്കെ, പുള്ളിയുടെ അനുഭവം ഷെയർ ചെയ്തു. ദാറ്റ്സ് ഓൾ ഐ ക്യാൻ സീ. പിന്നെ വെരി ട്രൂ, ഐ വാസ് ഇൻ മിഡിൽ ഈസ്റ്റ് ഫോർ ഇയേഴ്സ്. ഐ ക്യാൻ ഫീൽ ദ സെയിം വേ. സോജി പറഞ്ഞ കമൻ്റാണ്. I totally agree with most of your opinions. Getting a core friendship is very tough here. When we compare it with people in UAE or other GCC, it is way different. Friendship is delusional here. I couldn't find genuine friends here. Probably my expectations are different. Our GTA area is not my kind of place. My friends live in small towns where there are seldom our people. The community embrace it and support them a lot. The mortgage, tax, job, etc. are crazy. I lived in the Middle East 13 years. കൂടുതലും മിഡിൽ ഈസ്റ്റിൽ താമസിച്ച ആൾക്കാരാണ് കൂടുതലും കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അവർക്ക് വല്ലാണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി ജെഫിന് പറഞ്ഞ വാക്കുകളോട്. സോറി, ചേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ദുബായിലൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ്, അതിനൊക്കെ വാല്യൂ ഉണ്ട്. ഇവിടെ അതല്ല.
എല്ലാവരും ഞാൻ എൻ്റെ മൈൻഡ് സെറ്റാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വളരെ കുറവാണ്. പിന്നെ ഇന്ത്യൻസിന് ഇത്രയും പുച്ഛത്തോടെ കാണുന്ന വേറെ കൺട്രി ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ്. എൻ്റെ ഒരു ചെറിയ ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ചിലപ്പോൾ തെറ്റായിരിക്കാം, ബട്ട് എനിക്ക് സ്ട്രോങ്ലി അങ്ങനെ ഫീൽ ചെയ്യുന്നു ഉണ്ട്, ഇവിടെ വന്ന ശേഷം ഉണ്ട്. പുള്ളിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. ഇത് ഞാൻ വീണ്ടും പറയണം, ഇത് ഞങ്ങൾ ആരോടും പറഞ്ഞ് ഇടിപ്പിച്ച കമൻ്റ് ഒന്നുമല്ല കേട്ടോ. I ain't saying Canada is so great, but Canada is going great for me. Enjoying every day to the core. Work is good. Life is nice. Have a cool friend circle. Anyway, it all depends on where you live, which community you live, and your profession, so on and so forth. I hope things will turn good for you soon. All the best. വെരി ഗുഡ്. മീൻസ് ആ പുള്ളിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, വിച്ച് ഈസ് ഗുഡ്. As someone living in the Tri-City in Ontario, Canada, you guys have spoken from the heart and 100% truthfully. ഒബ്വിയസ്ലി ഹാർട്ടിലാണ്, മീൻസ് എൻ്റെ മനസ്സിൽ തട്ടിയിട്ടുള്ളതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. I live in Canada and I'm happy here with my family. Maybe it's your personal experience. Of course, personal experience ആണ് പറഞ്ഞല്ലോ. If you're qualified and then you will get a job anywhere in the world. That's my personal experience. സത്യമായിട്ട് എനിക്ക് എവിടെ വേണമെങ്കിൽ ജോലി കിട്ടുന്ന ഓസ്ട്രേലിയ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഇറാഖിൽ ജോബ് ഓഫർ വന്നത്. ഐ എം ക്വാളിഫൈഡ് അല്ലേ, എനിക്ക് അല്ലേ. Living in Canada for 12 years, very much satisfied. നല്ല ലൈഫ്, നല്ല ജോലി, പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം. കാനഡയിലേക്ക് വരുമ്പോഴേ അറിയാം അവിടെ ജീവിത വ്യത്യാസമാണെന്ന്. അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് വന്നതും, അതുകൊണ്ട് ജീവിതം സുഖം. മനസ്സിലാക്കിയത് വെരി ഗുഡ് ബ്രോ. 100% also agree with you, bro. We are also from Kitchener. Really miss the Gulf life. Nowadays, many of the family moving back to GCC. അതൊരു സത്യമാണ്, കാരണം റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ റിവേഴ്സ് മൈഗ്രേഷൻ ഇന്ത്യയിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കറിയാവുന്നൊരു യൂട്യൂബർ ഉണ്ട്, പുള്ളി ട്രക്കർ തന്നെയാണ്. അപ്പോൾ പുള്ളി കനേഡിയൻ സിറ്റിസനൊക്കെ ആയിരുന്നു ആളാണ്. അപ്പോൾ പുള്ളി തിരിച്ച് ചിലപ്പോൾ ദുബായിലേക്ക് പോകാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നിൽക്കണ്ടായിരുന്നു. ഞാൻ അഗ്രി ചെയ്യുന്നു. ഞാൻ UK ആണ്. ഇതിലും കഷ്ടം എനിക്കറിയാവുന്ന ഒരു പുള്ളിക്കാരി നാട്ടിൽ SBIയിൽ മാനേജർ ആയിരുന്നു, എന്നിട്ട് ഇവിടെ വന്ന് കെയർ ഹോമിൽ ജോബ് ചെയ്യുന്നു. ഇവർക്കൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ റീസൺ ചോദിച്ചപ്പോൾ പറഞ്ഞത് സമാധാനത്തോടെ ഹസ്ബൻഡ് വൈഫായി വീട്ടുകാർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. സോ സാഡ്. ആക്ച്വലി ഒരു പേഴ്സണൽ മെസ്സേജ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ കപ്പിളിൻ്റെ ഒരു ഫ്രണ്ട് അയച്ചത്, നാട്ടിൽ അവർ കാനഡയ്ക്ക് വരാനുള്ള ഓപ്ഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ടഫ് ഇൻ ലോസ്. അപ്പോൾ എന്തുണ്ടായേ, അമ്മായിയമ്മ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് തോന്നുന്നു കാനഡയിൽ പ്രശ്നങ്ങളാണ്, ഇത് കണ്ടില്ലേ, നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായത്. അവരൊരു എന്താ പറയുക, ഒരു കാര്യത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഒരു വീഡിയോ കാരണം ആൾക്കാരിങ്ങനെ ഡിമോട്ടിവേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു. നീ എന്തിനാ വീഡിയോ എടുത്തേ? അപ്പം അങ്ങനെയാ തിരിച്ചു ചോദിക്കും, ഞാൻ തന്നെ അങ്ങനെ പറഞ്ഞു. Bro, you just told my life in Canada. Word by word, everything you said is true. From past 3 years, I am regretting coming to Canada. ഹിസ് എക്സ്പീരിയൻസ് എനിക്ക് ഓക്കെ, ഞാനിത്രേ പറയുള്ളൂ. ഞാൻ ഒരിക്കലും കാനഡയോ ഏത് രാജ്യത്തെയും മോശമാക്കിയിട്ട് പറയുന്നില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ അതേ ഫീലിങ്സോടെയുള്ള ആൾക്കാർ ഷെയർ ചെയ്ത എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് ഓൾ. ചേട്ടാ, ഇന്ത്യൻസ് അഗെയിൻസ്റ്റ് കുറേ ക്യാമ്പയിൻ ഉണ്ട്. ഇപ്പോൾ സങ്കടം വരും കാണുമ്പോൾ. എന്താ ചെയ്യുക? ഒണ്ടാരിയോ അത് എക്സ്ട്രീം ആണ്, നോസ്കോഷ്യ ആണ്. ഞാൻ അത്ര സീനില്ല. വലിയൊരു സ്റ്റോറിയാണേ. I regret coming to Canada. I came as a permanent resident in 2019. Compared to my life in my home country, it is so difficult to survive here in Canada. I came here with a hope for better job, financial stability, lifestyle, etc. But as the inflation is so high, we can't afford anything even with a net family income of $90,000 per annum. The taxes are so high, the interest rate is high, everything, even basic food and clothing is very expensive. Question. Then why am I not going back? Answer is, അപ്പോൾ എൻ്റെ കടമൊക്കെ ചോദിക്കുന്നവർ അടച്ചു തീർക്കുമോ? Guys, it's a trap. Once you are here, there's a black hole of debts, including car, mortgage, credit card, etc. So അനുഭവമുള്ളവർ പറയുന്നത് കേട്ടാൽ നല്ലതല്ലേ വന്ന് അനുഭവിക്കൂ. For someone who came before 2018, life must have been a little bit easier. Currently, the situation is so worse. ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ആൻസറും പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ എന്തിനാ വന്ന് തിരിച്ചു പോയിക്കൂടെ വെച്ചപ്പോൾ ഈ കടമൊക്കെ ആരടച്ച് തീർക്കും? ബേസിക്കലി ഇപ്പം എനിക്ക് ബേസിക്കലി പോയി ഞങ്ങൾക്ക് കടമൊന്നുമില്ല, ആ കൂടെ വണ്ടി വാങ്ങി എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ ഇഷ്ടംപോലെ പൈസ കിടപ്പുണ്ട്. എവിടെ അടുത്ത കമൻറ്റ് വായിക്കി നീ കുറേ എന്നെ ചീത്തൊളിച്ച കമന്റുകൾ ചെറുത് ലൈറ്റായിട്ട് തുടങ്ങാതെ. കാനഡയിൽ കുറേ പ്രൊവിൻസുകളുണ്ട്. PR ഒക്കെ കിട്ടി കഴിയുമ്പോൾ പ്രൊവിൻസ് മറിയാൽ വീട് വില റിസർവ് പോലെ നാട്ടിലെ പോലെ തന്നെ കൺട്രി സൈഡ് ഉണ്ട്. വേർ ഇൻ നോസ്കോഷ്യ VR എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കം ആൻഡ് എക്സ്പീരിയൻസ് റിയൽ കാനഡ. ഓക്കെ, അപ്പോൾ നോസ്കോഷ്യ ആണ് റിയൽ കാനഡ.
ഓക്കെ നമുക്ക് കാണും. പൊന്നു ബ്രോ, ഈ പ്രശ്നം ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അനിയനോട് പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞത് പോകാൻ പറ്റാത്തതിൻ്റെ അസൂയാണ് ഇത്. എന്നാലും പ്രതീക്ഷ കൈവടിയുന്നില്ല, ചോറ് വരട്ടെ. ഇവിടുന്ന് പോകുന്നവരോട് ഈ കാര്യം പറയുമ്പോൾ അവർ കാനഡ പോകുന്നതിൻ്റെ അസൂയാണെന്നാണ് പറയുന്നത്. പെർഫെക്റ്റ്. ഓക്കെ. കാനഡയിൽ If you are not interested, why don't you vacate Canada? യെസ് ആൻഡ് 2 and 10 and the cone and the back. അവിടെ കിടന്ന് സുഖിച്ച് ജീവിച്ചിട്ട് ബാക്കിയുള്ളവർ നന്നാവുന്നത് പിടിക്കില്ല. ഇഷ്ടമല്ലടാ, ഇഷ്ടമല്ല നീ. ഏജാതി നെഗറ്റീവ് ഓളീസ്. ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങളല്ല ഇത് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ മനസ്സിലായ? ഞാൻ നെഗറ്റീവ് Because the channel is കാക്കശ്ശേരീസ്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുപേരാണ്, എൻ്റെ വീട്ടുപേരിലല്ലോ. If you don't like and struggling in Canada, why he hanging here? Let he go come back to India. But why? പക്ക ഫ്രോഡുകളാണ് നിങ്ങൾ. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താനും ഇതാണ് അടിപൊളി. ഇത് നമ്മുടെ രഞ്ജിപ്പണിക്കൻ്റെ ബന്ധുവാണേ. താനും തൻ്റെ കുടുംബവും ജനിച്ച നാട്ടിലേക്ക് തിരികെ വന്ന് മാതൃക കാണിക്കുക, അതാണോ ഹീറോയിസം. അല്ലാതെ അവിടെ കടിച്ചു തൂങ്ങി കിടന്നിട്ട് ഇങ്ങോട്ടാരും വരരുത് എന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് യൂട്യൂബിൽ കാശുണ്ടാക്കാൻ ഉളുപ്പില്ലടോ തനിക്ക്. ഈ രാജ്യത്തെ വർഗീയതയും ന്യൂനപക്ഷ വെറുപ്പും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഭരണകൂടവും സംഘികളെ പോലുള്ള മൃഗങ്ങൾക്ക് ജീവിക്കുന്നത് നല്ലത്. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടട്ടെ. അയ്യോ ഇതാ വിറ്റാണേ. ഈ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും എൻ്റെ പൊന്നെ ഫേസ്ബുക്കിൽ ഇവർ തെറി വിളിച്ചു ചോദിച്ചിട്ട് അവസാനം ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു, വാക്കുകൾ അസഭ്യമായി മാറിയപ്പോൾ. കാനഡയിൽ വന്നപ്പോൾ എന്തുമായിരുന്നു പഴയ വീഡിയോയിലെ തള്ളു കണ്ടപ്പോഴേ തോന്നിയായിരുന്നു ഉടനെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ വരുന്നുണ്ട്. ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പഴയ വീഡിയോയിൽ ഞങ്ങൾ എവിടെയാണ് തള്ളിയിട്ടുള്ളത്? കാനഡയിൽ വന്ന് ഞാൻ ആദ്യം ചെയ്ത വീഡിയോ തന്നെ ഇവിടെ വന്ന് ഞാൻ പെട്ടു വീട് കിട്ടുന്നില്ല എന്നിട്ടുള്ള വീഡിയോ അത് കണ്ടില്ലേ ചേച്ചി? എന്താ പറയാ വന്നേ? അല്ല, തള്ളെന്ന് പറഞ്ഞെങ്കിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞത് തള്ളായിരുന്നു. ജോലി അങ്ങനെ കിട്ടുന്നുള്ള തള്ളായിരിക്കും. വീടിന് കേസ് കൊടുത്തു എന്ന് പറഞ്ഞത് തള്ളായിരിക്കും. നീ ഇവിടെ ഫുഡ് ബാങ്കിനെ കുറിച്ചിട്ട് തള്ളായിരുന്നു. ഇനി മേലാക്കാൻ വേണ്ടി ചെയ്യരുത് എന്നോട് ചോദിക്കാണ്ട്. ഞാൻ വാണി കൊടുത്തുണ്ട്. You have to have some shame because this country is giving you an opportunity to come here and work and have a life and a wife. Okay. They did not force you to come here. You took that decision. Instead of complaining, take responsibility of your life and your wife. Even if you are living in US or Canada or Europe or even India, you have to go to work, earn your living. പിന്നെ നമ്മളവിടെ This is not exclusive to Canada. ഇതെന്താ മനസ്സിലാവണില്ല? ജെഫ് പണിയെടുക്കാണ്ട് കാശ് വേണമെന്ന് പറഞ്ഞ പോലെയാണ് ഇയാൾ പറയുന്നത്. നല്ല വേന. Each country has its own positives and negatives. Even when you were in India, you complained about things in India or Kerala. അതെപ്പോഴായിരുന്നു? ചേട്ടൻ നമ്മുടെ കൂടെ ആരെങ്കിലും ആണോ? അപ്പുറത്തെ വീട്ടിലത്തെ ജോർജ് ചേട്ടൻ ആരെങ്കിലും ആണോ? ഞാൻ കേരളത്തിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല. Now only thing changed is your location, not your wife. And if you want to eat Kerala food, go to Kerala. The fact that there is Kerala restaurant in Canada itself is a big thing. So please stop being hypocrite and learn to appreciate and be grateful. അതാ ചേട്ടാ, ഇവനെ ഞാൻ കൊല്ലാൻ വിടുന്നതേ ഞാൻ ജയിലിൽ പോകുന്നു മേടിച്ചിട്ടല്ല. അവിടെ Don't demotivate other. If you guys doesn't like, then just leave. If you guys don't like, don't do party show. ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങൾക്ക് പട്ടി ഷോ കാണിക്കാൻ ഇഷ്ടം. Please go ASAP. The coefficient of linear expansion is the position of the hemoglobin in the atmosphere. രണ്ട് ക്ഷാമമായിരിക്കും. അപ്പോൾ പിന്നെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കാണും. അതെ. അപ്പോൾ ജെഫ് പറഞ്ഞു അതെ. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു, നിങ്ങളുടെ സഹോദരനാണ് കാനഡയിലേക്ക് വരാൻ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ പറഞ്ഞ് പിന്തിരിക്കുമോ അവനെ? അപ്പോൾ ഞാൻ ഉത്തരം കൊടുത്തത് ഈ സെയിം എൻ്റെ സ്വന്തം അനിയൻ, അവൻ്റെ പേര് ജീത്ത് എന്നാണ്. അപ്പോൾ അവനൊരു ഫാമിലിയും ഇങ്ങോട്ട് വരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നോവോസ്കോഷ്യ ഭാഗത്തേക്കാണ് വരാൻ ട്രൈ ചെയ്യണത്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, എടാ ഇങ്ങനെയാണ് സംഭവം, നീ ഒരു കാരണവശാലും അവൻ അബുദാബിയിൽ ഉറക്കണം, അബുദാബിയിലുള്ള ജോലി കളയരുത്. ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി നിനക്ക് സെറ്റാവാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അബുദാബിയിലെ ജോലി കളയാം. അല്ലെങ്കിൽ നീ പെട്ടുപോകുന്നു പറയരുത്. ഞങ്ങളിവിടെ പെട്ടൊന്നുമല്ല, ഞങ്ങൾ സ്ട്രഗിൾ ആൻഡ് സർവൈവിങ്. നമ്മളിപ്പോൾ ദുബായിലോ ഖത്തറിലോ ജീവിച്ച ആ ഒരു ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ ചാടയായി. ദുബായിലോ ഖത്തറിലോ ജീവിച്ച അത്രയും ഒരു എന്താ പറയുക
മണി ആ സമയത്ത് ഉണ്ടായിരുന്ന നമ്മുടെ കയ്യിൽ കിട്ടിയ Financial stability. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇവിടെ കിട്ടുന്നില്ല. അതാണ് ഉദ്ദേശിച്ചത്. കിട്ടുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. അൺലെസ് അതർവൈസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് എസ്റ്റാബ്ലിഷ് എടുക്കുന്നതായിരിക്കും. അതെ. ഇനി കുറച്ച് ചേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കമന്റുകളാണ് കൂടുതൽ. വീണ്ടും എന്നെങ്ങനെ I agree 100% to what Jeffin said. I have been here for close to 5 years and I can relate to what he is saying. There is no point in whitewashing the real issues. വൈറ്റ് വാഷ് അതായത് വൈറ്റ് വാഷ് ഉള്ളത് പോലെ പറയണം. I trust everything you say because it aligns with my personal experience. Don't be concerned about a few negative comments. They will always be there. You guys are genuine, so keep speaking the truth. Your videos are excellent. താങ്ക് യു. 100% ട്രൂ. കുറേ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ടാണ് മിക്കവരും കാനഡയിൽ വരാൻ മോട്ടിവേറ്റഡ് ആവുന്നത്. They didn't show the reality until recently. People who came with so much dreams feel shattered and feel no hope in moving forward here, especially who are in GCC countries like me. Now everyone feel trapped. I came to Canada 22 years ago. Visas were issued strictly on a merit basis. I was denied student visa to a Gen Arts and Science program at a college because I already had an MA in English. Then I had to wait longer for my spouse visa. Once I was here, I applied to the B.Ed program. I was asked to take TOEFL in Canada. The TOEFL from India could not be considered. Finally, after all the hurdles, got admission for B.Ed. Most of the students coming now, I'm sure, are getting fake IELTS scores. That tarnishes the education capabilities of the rest of them. Agencies make money, so did Canada during the pandemic. Hope things go back to the peaceful country it was years ago. അത് പാൻഡമിക് ഒരു ഇഷ്യൂ തന്നെയാണ്. കാനഡയിൽ എപ്പോഴും ആ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിട്ടുള്ള ഒരു അൺസർട്ടൻ സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് പാൻഡമിക് തന്നെയാണ്. Hi Shashi Chetta, I came exactly the same time you guys came here. We have met few times too. Seeing through your video, I have this exact same thought as you guys have. എന്താ ചെയ്യുക, വന്നു പോയി, ഇനി നോക്കാം. വർക്കിംഗ് ഇൻ എ കമ്പനി where I am the only Indian. Due to some people കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇമേജ് എല്ലാം പോയി. Generalization at peak. Hope we guys all get into a better stage soon. Yes, all the best guys. Landed recently as PR. We are also having the same views. ഗൾഫിലായിരുന്നപ്പോൾ വിചാരിച്ചു കാനഡയിൽ വന്ന് ബെറ്റർ ആകുമെന്ന്. ബട്ട് ഐ എഗ്രി വിത്ത് യു ഗൈസ്. അക്കര നിന്നാൽ ഇക്കര പച്ച, അക്കര നിൽക്കുക ഇക്കര പച്ച, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് തന്നെ. പക്ഷെ ഞാൻ വന്നത് ഇവിടെ ലൈഫ് നന്നാവും എന്ന് വിചാരിച്ചിട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മോന് നല്ല ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് കിട്ടിക്കോട്ടെ. എൻ്റെ ഒരു മോൻ കേട്ടോ, മൂത്ത മോൻ ഹീസ് സ്റ്റിൽ സ്മാർട്ട്, രണ്ടാമത്തെ മോൻ സ്പെഷ്യലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് അവന് നല്ല ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ നോർമൽ സാധാരണ സ്കൂളുകളിൽ പോകാനൊക്കെ അവന് പറ്റുമെന്നുള്ളതുകൊണ്ടാണ് ഇവിടെ വന്നത്. പൈസ അല്ല എൻ്റെ ഇമ്പോർട്ടൻറ്റ്, ജോലി കിട്ടുക എന്നുള്ളതല്ല എൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ എവിടെ പോയാലും എനിക്ക് ജോലി കിട്ടുന്ന ഉറപ്പാണ്. കാരണം ഞാൻ ക്വാളിഫൈഡ് ആണ്. പലരും പറഞ്ഞു നല്ല ജോലി എടുത്ത് ജീവിച്ചൂടെ എന്ന്. പഠിച്ചവർക്ക് ജോലി കിട്ടുന്നു. ഇതൊക്കെ ഉള്ള ആളാണ് ഞാൻ. ഇത് ഒരു MAയും അതിൻ്റെ മേലെ ഇവിടെ വന്നിട്ട് PGDM എടുത്തുള്ള ഒരാളാണ് ഞാൻ. BE എഞ്ചിനീയറാണ്. സോ എനിക്ക് ജോലി ഉണ്ടാക്കുക അതൊന്നും പ്രശ്നമില്ല. പൈസ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. Money is not important for me. ഇത് ഒരു കമന്റ് ആണ്. I appreciate your effort and courage to speak the truth. Most young YouTubers don't do this because they are afraid of receiving negative comments. I came to Canada as a PR and stayed in Canada for almost a year. After learning about the current issues, I decided to leave and return to UAE. Till now, I have no regrets. When I shared my thoughts with many people, most of them said it was because of my negative mindset and my inability to see the positive. It's very common for some people from India and others who came to Canada a long time ago to criticize you for sharing this, but don't worry about it. സത്യം പറയാൻ നട്ടില്ല എന്നൊരു സാധനം വേണം. അത് നിങ്ങൾക്കുണ്ട്. ഉണ്ടെന്നല്ല, നിങ്ങൾക്കുണ്ട്. ഞങ്ങൾ വന്നിട്ട് 13 years ആയി. ഇതുവരെ നല്ലൊരു ഫാമിലി ഫ്രണ്ട്സ് കിട്ടിയിട്ടില്ല. ഗൾഫിൽ എന്ത് ഫ്രണ്ട്സ് ആയിരുന്നു. തുറന്നു പറയുന്ന ജെഫി ബ്രോ ആണ് എൻ്റെ ഹീറോ. കംപ്ലീറ്റ് നെഗറ്റീവ് ആണെങ്കിലും സത്യമാണ്. പച്ചപ്പരമാർത്ഥം. പിന്നെ ഒണ്ടാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ബ്രോ, മൂവ് ചെയ്യൂ. അൺബേഴ്സൺ ഞാൻ. അപ്പോൾ റിപ്ലൈ അവർ വേറൊരു സബ്സ്ക്രൈബർ കൊടുത്തത്, ദേ ആർ ടോക്കിംഗ് ഫാക്ട്സ് ആൻഡ് ഈവൻ ഐ ലിവ് ഇൻ ലണ്ടൻ ഒണ്ടാരിയോ ഓൺ PR ആൻഡ് വി ഹാവ് സിമിലർ ഇഷ്യൂസ്. ഉള്ള കാര്യങ്ങൾ തുറന്നു പറയണം. ഒരുപാട് കുട്ടികൾ വരാൻ നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ അറിയാലോ അവിടെയുള്ള അവസ്ഥ. മീൻസ് എല്ലാവർക്കും ഇപ്പം ഞങ്ങൾ വൈഫ് വന്ന സമയത്തൊക്കെ ഈ GIC എമൗണ്ടൊക്കെ കുറച്ച് ഇട്ടത് കൊണ്ടാണ് കുറേ പേര് അതിനെ കയറി പിടിച്ച് ഇവിടെ എത്തിയത്. പക്ഷേ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. 20,000 സംതിങ് ആക്കിയില്ലേ, 20,000 സംതിങ് ഡോളർ ആക്കിയിട്ടുണ്ട്. അതിലൊരു കൺട്രോൾ വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്താ പറയുക, ഇവിടെ വന്ന് അലമ്പുണ്ടാക്കുന്ന പിള്ളേരെ ഒഴിവാക്കി നല്ല പിള്ളേരെ നിർത്തി ചെയ്യായിരുന്നു അവർക്ക്. മനസ്സിലാവും. അതൊരു
ജോബ് കിട്ടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എളുപ്പമായേനെ. ഇവിടെ നല്ല ജെന്യൂനായിട്ടുള്ള വന്നിട്ടുള്ള പിള്ളേർക്ക് ഹെൽപ്പ് ചെയ്തേനെ. കാനഡ എന്ന വൻമരം വീണു. ഇതൊരു സത്യം തന്നെയാണ്, നെഗറ്റിവിറ്റി അല്ല, റിയാലിറ്റിയാണ്. നാട്ടിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലായി. ഇന്ദ്രജിത്തോ ജെന്യൂനായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കുറവാണ്. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാര ജീവിയാണ്, വികാര ജീവി. അപ്പോൾ ഏകദേശം 30 മിനിറ്റോളം വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി, ഒരു നിർബന്ധമില്ല അത് ഫുള്ളായിട്ടിരുന്ന് കാണണമെന്ന്. ഇനി ഇതിന് വീണ്ടും കമന്റ് ഇട്ട് അതിന് വേണ്ടി റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ളത് അതൊന്നുമില്ല. ഈ റിയാക്ഷൻ ഇതോട് നിർത്തി. ഇനി വേറെ കണ്ടന്റുമായി വരുന്നവരെ സന്ധിക്കും വരെ വണക്കം വിട പറയുന്നത് ജെഫിൻ ആൻഡ് ലുബന. ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്?